കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പ്രിയമുള്ളവരെ, നാം അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ദൈവം ജെറമ്യായുടെ പുസ്തകത്തിലൂടെ ഇപ്രകാരം നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ. ജെറമ്യായുടെ പുസ്തകം 26-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ. നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുതപിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു സങ്കടത്തിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മാർഗങ്ങൾ, നമ്മൾ പോകുന്ന വഴികൾ, നമ്മുടെ വഴികൾ ശരിയാണോ, അത് സത്യത്തിൻ്റെ വഴിയാണോ, നേരിൻ്റെ വഴിയാണോ എന്ന് നാം ഒന്ന് പരിശോധിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നല്ലതാണോ, നല്ല പ്രവൃത്തികളാണോ ഞാൻ ചെയ്തു പോകുന്നത്? ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ പ്രവൃത്തികളിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ? ദൈവവചനം പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചാൽ, നമ്മുടെ മാർഗങ്ങൾ നന്നായാൽ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാകാൻ പരിശ്രമിച്ചാൽ, നമ്മുടെ മേൽ ദൈവം ചൊരിഞ്ഞ അനർത്ഥങ്ങളെക്കുറിച്ച് കർത്താവ് അത് വേദനയോടെ ഓർത്ത് അത് മാറ്റിത്തരുമെന്ന് പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ നന്നാകാനുണ്ട്. നാം പൂർണ്ണരായിട്ടില്ല. പൂർണ്ണതയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഈശോ പറയുന്നു, എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അത് കണ്ടുപിടിച്ച് അത് നന്നാക്കുവാൻ പരിശ്രമിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മേൽ അനുവദിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അവിടെ അനുതപിക്കും, അത് പിൻവലിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ശുശ്രൂഷ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളിലും തകർച്ചകളിലും അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൂരെ കാൽവരിയിൽ സ്നേഹദീപമായി അണയാത്ത മെഴുതിരിയായി, സ്നേഹരൂപനായി സത്യദൈവമായി നിത്യജീവന്റെ അപ്പമായി, ദിവ്യസ്നേഹം അറിഞ്ഞു ഞാൻ, ദിവ്യനാഥനെ കണ്ടു ഞാൻ, രക്തം ചിന്തിയ യാഗത്തിൻ പുണ്യസ്മരണയിൽ ലയിച്ചു ഞാൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.